ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന കരുണയുള്ള ഒരു ടീച്ചറുടെ കഥയാണ്. സ്കൂളിലെ എല്ലാ കുട്ടികളോടും സ്നേഹത്തോട് പെരുമാറിയിരുന്ന 4ാം ക്ലാസ് ടീച്ചറായ മേരി. സ്കൂളിലെന്നും അഴുക്കുള്ള വസ്ത്രം ധരിച്ചു വരുന്ന ടോമി എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടി അവരെന്നും ശ്രദ്ധിക്കും. അവൻ പഠനത്തിലും വളരെ പിന്നിലാണ്. കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാൻ മേരി ടീച്ചർ ടോമിയുടെ പഴയ പ്രോഗ്രസ് കാർഡുകളും മുൻ വർഷങ്ങളിലെ ടീച്ചേഴ്സിൻ്റെ കുറിപ്പുകളും ഒക്കെ എടുത്ത് നോക്കി. ടോമി മിടുക്കനാണ്, എപ്പോഴും ചിരിച്ച മുഖമുള്ള കുട്ടി എന്നാണ് 1ാം ക്ലാസ്സിലെ അധ്യാപിക എഴുതിയിരുന്നത്. 2ാം ക്ലാസ്സിലെ അധ്യാപിക എഴുതിയത് ടോമി പഠിക്കാൻ മിടുക്കനാണ്, പക്ഷേ അവൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണ്, അവനതുകൊണ്ട് സങ്കടത്തിലാണ്. 3ാം ക്ലാസ്സിലെ അധ്യാപിക എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: അമ്മയുടെ മരണം ടോമിയെ വല്ലാതെ തളർത്തിക്കളഞ്ഞു, അവനിപ്പോൾ ആരോടും സംസാരിക്കാറില്ല. ഇത് വായിച്ച മേരി ടീച്ചറുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. പിറ്റേന്ന് മുതൽ ടീച്ചർ ടോമിക്ക് പ്രത്യേക ഒരു പരിഗണന കൊടുക്കാൻ തുടങ്ങി. അവൻ ചെറിയൊരു നല്ല കാര്യം ചെയ്താൽ പോലും അവനെ ടീച്ചർ കണക്കറ്റ് അഭിനന്ദിച്ചു. പതുക്കെ ടോമി പഠനത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ടോമി മിടുക്കനായിട്ട് പഠിച്ച് പിൽക്കാലത്ത് ഒരു വലിയ സ്ഥാപനത്തിൻ്റെ മേധാവിയായി വളർന്നു. ഒരു ദിവസം മേരി ടീച്ചർക്ക് അപ്രതീക്ഷിതമായ ഒരു കത്ത് കിട്ടി. ടോമിയുടെ കത്താണ്. സ്കൂളിൽ എന്നെ എല്ലാവരും ഒരു മോശം കുട്ടിയായി കണ്ടപ്പോൾ എനിക്കും ഒരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കി തന്നത് ടീച്ചറുടെ ആ നല്ല വാക്കുകളായിരുന്നു. ഒരു അധ്യാപികയുടെ കരുണയും സ്നേഹവും എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം മാറ്റിമറിച്ചത് എന്ന് നമ്മൾ അറിയുക. ഓരോരുത്തരുടെയും ശാഠ്യങ്ങൾക്കും ദേഷ്യത്തിനും പിന്നിൽ ചിലപ്പോൾ വലിയൊരു സങ്കട കഥയുണ്ടാകും, നമുക്കത് അറിയില്ലെന്നേ ഉള്ളൂ. സ്നേഹത്തോടെയും ക്ഷമയോടെയും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഏതൊരു വ്യക്തിയെയും നമുക്ക് നന്മയുടെ വഴിയിലേക്ക് എത്തിക്കാൻ സാധിക്കും. പക്ഷേ അതിനുള്ള പരിശ്രമവും മനസ്സിലാക്കലും നമ്മുടെ ഭാഗത്തുണ്ടാകണം എന്ന് മാത്രം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.